ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റെസിപ്പി വിത്ത് സിയ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഇഫ ചിക്കനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആരും എന്നെ ചീത്ത അറിയരുതേ, അതായത് ഇത് ട്രെൻഡ് ഔട്ടായെന്ന് എനിക്കറിയാം കേട്ടോ. പക്ഷെ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസങ്ങളായി, എനിക്ക് 2 ദിവസമായി വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതിനായിട്ട് ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈര്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി, ഉപ്പ്, വിനീഗർ ഇതെല്ലാം ഒഴിച്ചിട്ട് നമുക്ക് നന്നായി നല്ലൊരു പേസ്റ്റ് പരുവത്തിലെടുക്കണം കേട്ടോ. നല്ല തിക്ക് പേസ്റ്റ് ആയിരിക്കണേ. നിങ്ങൾക്ക് പിന്നെ റെഡ് കളർ ഫുഡ് കളർ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ആക്കാം, ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നന്നായി മിക്സായ മസാലയിലേക്ക് നമുക്ക് ചിക്കൻ നന്നായി പുരട്ടി കൊടുക്കാം കേട്ടോ. ഓരോന്നോരോന്നായി നന്നായി പുരട്ടണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എനിക്ക് ഓരോ സബ്സ്ക്രൈബർ കൂടുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒന്നാണെങ്കിൽ അതെനിക്ക് എത്ര ഹാപ്പിയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ നമുക്കിവിടെ ഒരു 2 മണിക്കൂർ ഞാൻ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് അപ്പോൾ നമുക്കിനി അതിൽ ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് തന്നെ നമുക്കൊരു 2 to 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായി ബട്ടർ മെൽറ്റ് ആവണ വരയ്ക്കും വെയിറ്റ് ചെയ്യാം. നല്ല ഹീറ്റായതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഞാനിപ്പോൾ മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഈസി പണിക്കായിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ സൗകര്യം അങ്ങനെ പൊരിച്ചെടുക്കുക. എന്തായാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ല. എന്തായാലും ഉണ്ടാക്കി നോക്കാത്തവർ മസ്റ്റായി ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യുമ്പോൾ അതിന് വെള്ളം ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഒന്ന് പേടിച്ച് പോയി, പക്ഷേ വെള്ളം ഇറങ്ങി അതൊന്ന് കുക്കാവുമ്പോൾ നമുക്ക് നന്നായി സോഫ്റ്റായി കിട്ടുന്നുണ്ട് കേട്ടോ. മൂടി വെക്കുമ്പോൾ നമുക്ക് ആ സോഫ്റ്റ് കിട്ടില്ല, കുറച്ച് ഹാർഡായിരിക്കും. അപ്പോൾ മൂടി വെക്കുമ്പോൾ അതിന് വെള്ളം ഇറങ്ങുന്നുണ്ട്, ചെറിയ തീയിലാവുമ്പോൾ അത് നന്നായി കുക്കായി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതോടെ കുക്കാവട്ടെ. നമുക്കിപ്പോൾ ഇവിടെ മയനൈസ് അടിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ സോസ് അതിനായിട്ട് ഞാനിവിടെ 3 എഗ്ഗ്, ഒരു 4-5 പല്ല് വെളുത്തുള്ളി, കുറച്ച് പഞ്ചസാര, ഉപ്പ്, കുറച്ച് വിനീഗറും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായി പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. വിട്ടുപോയി, അതിൻ്റെ കൂടെ 2 സ്ലൈസ് അപ്പോൾ 2 ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, 2 സ്ലൈസ്. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് പിന്നെ ഫ്രഷ് ക്രീം ഒഴിക്കണേ. ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് നമുക്ക് നന്നായി അതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ, നല്ല പേസ്റ്റ് രീതിക്ക്. അപ്പോൾ അത് അടിച്ചെടുത്തിട്ട് നമുക്ക് വരാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായി കുക്കാവുന്നുണ്ട് കേട്ടോ. അതായത് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കരിയിക്കരുത് കേട്ടോ. മാക്സിമം ചെറിയ തീയിൽ വെച്ച് ടൈം എടുത്ത് കുക്ക് ചെയ്യണം കേട്ടോ. ഇപ്പോൾ കണ്ടോ, നന്നായി അത് വെന്തിട്ടുകൊണ്ട് സോഫ്റ്റുമാണ് കേട്ടോ, ഹാർഡല്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മളുടെ സോസ് ഒഴിക്കാം കേട്ടോ. സോസ് അടിപൊളി ടേസ്റ്റാണ്, എന്തായാലും ട്രൈ ചെയ്യണം, മസ്റ്റ് ട്രൈ ആണ്. കണ്ടോ, ആ സോസ് ഒഴിച്ചിട്ട് ഒരു 2 സെക്കൻഡ് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്